ഹായ്, ഇത് ഡിസയറിലെ 2025 മോഡൽ VXA വേരിയൻ്റ് ആണ്. അത്യാവശ്യം വേണ്ട ആക്സസറീസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഡിസയറിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും ഈ VXA വേരിയൻ്റ് ആണ്. ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ VXA വേരിയൻറ്റിനെ വിളിക്കാം. കാരണം ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ VXA വേരിയൻറ്റിൽ നിന്നാണ്. അപ്പോൾ 2025 മോഡൽ ഡിസയറിൻ്റെ ഓൺബോർഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ഡിസയർ VXA വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസയറിൻ്റെ VXA വേരിയൻ്റ് ടു ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ എന്ന ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡിസയറിൻ്റെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റ് ഈ VXA വേരിയൻ്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഈ VXA വേരിയൻ്റ് ആണ്. ഷോറൂമിൽ നിന്ന് അത്യാവശ്യം വേണ്ട ആക്സസറീസ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു VXA വേരിയൻ്റ് ആണിത്. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹൈബീമിൽ ലോഗിംഗ് അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. നമ്മളുടെ പാർക്ക് ലൈറ്റ് വരുന്നു. ഫുൾ ഹാലജൻ യൂണിറ്റാണ്, LED ഒന്നും തന്നെ വരുന്നില്ല. ഇതിൻ്റെ ZXA വേരിയൻറ്റോട്ട് നമുക്ക് ഇവിടെ ഒരു ലൈനായിട്ടുള്ള DRL കാണാം. ആ DRL വരുമ്പോഴാണ് ശരിക്കും ഇതൊരു പ്രീമിയം ലുക്കിംഗ് കാറായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ മാറുന്നുള്ളൂ. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഓടി ഇൻസ്പയർഡ് ഗ്രില്ല് എന്നൊക്കെ പറയാം. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് വരുന്ന അതിന് താഴെ ഒരു ക്രോം ലൈന് കാര്യങ്ങൾ കാണാവുന്നതാണ്. ഫോഗ് ലൈറ്റ് ഇതിനകത്ത് വരുന്നതല്ല, ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 6000 രൂപയുടെ അടുത്താണ് ഫോഗ് ലൈറ്റിന് കോസ്റ്റ് വരിക. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 ഇഞ്ച് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് LXA ആൻഡ് VXA വേരിയൻറ്റിൽ 14 ഇഞ്ച് വീൽസും ടോപ്പ് എൻഡ് 2 വേരിയൻറ്റിൽ 15 ഇഞ്ച് വീൽസുമാണ് വരുന്നത്. ഇതിനകത്തിപ്പോൾ ഈ വീൽസിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 165, 80 R14 ആണ് വീൽ സൈസ് വരുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളാണ്. ഇതിനകത്തൊരു വീൽ കപ്പ് വരുന്നുണ്ട്. അത് ഡെലിവറി ടൈമിൽ അവർ അലോയ്സിൻ്റെ ലുക്ക് തരുന്ന ഒരു വീൽ കപ്പുകളാണ്. അത് ഡെലിവറി ടൈമിൽ അവർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഡിസയർ ഫീൽ ചെയ്യും. അതിൻ്റെ താഴെ കാണുന്ന ഒരു സിൽവർ ക്ലാഡിങ്സ് ഇതിൽ വരുന്നതല്ല, അത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ VXA വേരിയൻറ്റിൽ നമുക്ക് കീലസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഗ്ലാസ്സുകൾ ഇത് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ആയിട്ട് ടിൻറ്റ് ചെയ്തിരിക്കുന്ന ഗ്ലാസ്സുകളാണ് 50%. നമുക്ക് റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ക്രോം ഇൻസെർട്ടുള്ള റെയിൻ ഗാർഡുകളാണ്. ഈ VXA വേരിയൻറ്റിൽ സൺറൂഫ് ഒന്നും വരുന്നില്ല. ടോപ്പ് എൻഡിൽ മാത്രമാണ് സൺറൂഫ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്രീമിയം വാഹനത്തിൻ്റെ ലുക്ക് കാര്യങ്ങളാണ്. ഈ താഴെ കാണുന്ന ഈ ക്രോമും ഈ VXA വേരിയൻറ്റിൽ വരുന്നതല്ല, അതും ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിനകത്ത് ഈ ഒരു ക്രോം മാത്രമാണ്, ഇതിനകത്ത് ഡിക്കി ക്രോം മാത്രമാണ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാം ഈ വാഹനത്തിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫോഗറുള്ള ഗ്ലാസ് വരുന്നു. അത് VXA വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഡിഫോഗർ ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഇവിടെ ഒരു ലിപ്പ് പോലെ തോന്നുന്ന രീതിയിലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെങ്കിലും നല്ലൊരു സ്പോട്ടി ഫീൽ തരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ആ ഡിക്കിയിലൊരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്കായിട്ടൊരു ക്രോം ലൈന് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്ക് ബാക്കിലെ ലൈറ്റ് ഇത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചേർന്ന് ഇവിടെ താഴെയായിട്ട് നമുക്ക് ചേർന്ന് കാണുന്ന റിഫ്ലക്ടേഴ്സും അതിനോട് ചേർന്നാണ് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരുന്നതല്ല, ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ആ ക്യാമറയോട് ചേർന്ന് തന്നെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട്. 382 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. നമുക്ക് ബാക്കിൽ ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസ് ആയിട്ടുള്ള സ്പെയർ വീല് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിപ്പോൾ ഇതൊരു സെഡാൻ ആയതുകൊണ്ട് സീറ്റ് ഫോൾഡിങ്ങിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലസ് എൻട്രി പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ സ്വിഫ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ഇൻറ്റീരിയർ സ്വിഫ്റ്റിലെ എക്സാക്ട് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ആകെ നമുക്ക് ആ ഒരു കളർ ടോണിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ ടോപ്പിലായിട്ടൊരു ബ്ലാക്ക് ഫിനിഷ്, അടുത്തൊരു വൈറ്റ്, അതിന് നടുക്കായിട്ട് നമുക്കൊരു സിൽവർ ലൈൻ കാണാം. അതിന് താഴെ ഒരു വുഡ് സ്ട്രക്ചർ പോലെ തോന്നിക്കുന്ന പ്ലാസ്റ്റിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് ബോട്ടം പാർട്ടല്ല, ഫുൾ വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സീറ്റ് കവർ, ഒരു ഇൻറ്റീരിയറിനോട് മാച്ചായ സീറ്റ് കവർ ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിൽ തന്നെയാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഫോട്ടോ പവറിൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കാണാം. ബാക്കിൽ നമുക്ക് ഡോർ പാഡിൽ നമുക്ക് സ്പീക്കർ വീല് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ VXA വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AMT വേരിയൻ്റാണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ താഴെയായിട്ട് നമ്മൾക്ക്
ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഫ്യൂൽ ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നു. ഇത് ഫോഗ് ലൈറ്റ് ആക്സസറി ചെയ്തിരിക്കുന്ന അതിൻ്റെ ബട്ടൺ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിപ്പോൾ VXA വേരിയൻ്റ് ആണെങ്കിലും കീ വരുന്നത് ആ 2010 വന്ന സെയിം കീ തന്നെയാണ്, ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ നോർമൽ കീ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. VXA വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് നമ്മളുടെ സ്വിഫ്റ്റിൻ്റെ സിമിലർ ലുക്ക് കാര്യങ്ങളാണ് വരുന്നത്. ആ ഒരു കളർ ടോണിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ആ കളർ ടോൺ ചേഞ്ച് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് ബോട്ടം മാരുതിയുടെ എല്ലാ വാഹനങ്ങളും കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ ഫോൺ കൺട്രോൾസും കാണാം. നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, ടെലസ്കോപ്പിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. നമുക്ക് സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, ഒരു TFT ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ്, TMT, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ടൈം, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും നമ്മുടെ ആ ഒരു ടോഗിൾ ബട്ടണുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ്, ആവറേജ് ഫ്യൂലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് സ്ലിക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 4 സ്പീക്കറാണ് ഈ വേരിയൻറ്റിലാണ്, ട്യൂട്ടേഴ്സ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് ഇപ്പോൾ ഒരു റിവേഴ്സ് ക്യാമറ ആക്സസറി ആയിട്ട് ഷോറൂമിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറ എന്ന് പറയാനേ പറ്റുള്ളൂ. അതിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ ഫംഗ്ഷൻ നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെൻസ് കാണാം. അതിനോട് താഴെയെല്ലാം ഒരു ആസുള്ള ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് VXA വേരിയന്റ് വരുന്നത്. ഓട്ടോ AC വരുന്നില്ല. ഓട്ടോ AC ZXA പ്ലസ് വേരിയന്റിലാണ് വരുന്നുള്ളൂ. കണ്ടാൽ ഓട്ടോമാറ്റിക് ACയുടെ ഒരു ലുക്ക് തരുന്ന മാനുവൽ AC ആണത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. AMT ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് കാണാം. സെന്റർ ആംബസ്റ്റ് കാര്യമൊന്നും വരുന്നില്ല. അതിൻ്റെ ടോപ്പിലായിട്ടാണ് നമ്മൾക്ക് 2 ചാർജിംഗ് പോർട്ടുകൾ വന്നത്. ടൈപ്പ് C ആൻഡ് നമ്മുടെ USB ചാർജിംഗ് പോർട്ടുകൾ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ഇതിനകത്ത് 6 എയർ ബാഗ് വരുന്നുണ്ട്. അതിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള സീറ്റ് കവറുകളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് കാർട്ടോടെ ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. സെന്റർ IRVMs നമുക്ക് മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കാണാം. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ്, കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട ആക്സസറീസ് തരുന്ന, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് തരുന്ന ഒരു ഇന്റീരിയറിന് നമുക്ക് ഈ വേരിയന്റിന്റെ ഇന്റീരിയറിനെ വിളിക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഓൾമോസ്റ്റ് 90 ഡിഗ്രി തന്നെ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡ് ഒരു ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നു. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സ്പീക്കർ ഗ്രില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കാണാം. ബാക്കിൽ നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. VXA വേരിയന്റോട്ട് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് സെന്റർ ആം റെസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3 പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ കാണാം. സെന്റർ പാസഞ്ചറിനും കൂടിയും ഒരു നമ്മുടെ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തുമായിരുന്നെങ്കിൽ കുറച്ചും കൂടിയും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളകത്തേക്ക് കയറുകയാണെങ്കിൽ ബാക്കി യാത്രക്കാർക്കും AC വെൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർജിങ് പോർട്ടുകൾ അതിൻ്റെ ടോപ്പിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാവുന്നതാണ്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ ഏകദേശം ഒരു 2 സെൻറ്റിമീറ്റർ ഹെഡ്റൂമാണ് ബാലൻസ് കാണുള്ളൂ. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് 3 പേർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. 2 പേർക്ക് പ്ലസ് ഒരു കിഡ് ആയിരിക്കും ലോങ് ടൈമിൽ യാത്ര ചെയ്യാനായിട്ട് പറ്റുക. നല്ല കംഫോർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ബാക്ക് സീറ്റുകളാണ്. ഡിസയറിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. മറ്റ് മാരുതി ഈ സെഗ്മെൻറ്റിലെ കാറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസയറിൽ കുറച്ചും കൂടി കംഫോർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. 2025 മോഡൽ ഡിസയർ VXA വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ മാരുതിയുടെ ഫസ്റ്റ് കാറാണ് നമ്മുടെ ഡിസയർ. ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് VXA വേരിയന്റ് തൊട്ട് അവൈലബിൾ ആണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ സ്വിഫ്റ്റിലൊക്കെ ട്രൈ ചെയ്ത സെയിം 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 80 HP അടുത്താണ് എഞ്ചിൻ പവർ വരുന്നത്. 5700 RPM-ലാണ് ആ ഒരു പീക്ക് പവർ നമുക്ക് ലഭിക്കുന്നത്. മൈലേജ് 25.7 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു 18നും 21നും ഇടയ്ക്കാണ് ആവറേജ് മൈലേജ് ലഭിക്കുന്നത്. ഇപ്പോൾ 3 സിലിണ്ടർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു മൈലേജ് ഡ്രോപ്പ് എന്താണെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ CNG മൈലേജ് വേണ്ടവർക്ക് CNGയിലേക്ക് നിയർ ബൈ 35 കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 30 കിലോമീറ്റർക്ക് ഈസി CNGയിൽ മൈലേജ് ലഭിക്കുന്നുണ്ട്.
ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റായ LXi വേരിയന്റിന് 8 ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡിസയറിന് പ്രത്യേകിച്ച് യാതൊരു ഓഫറും വരുന്നില്ല. അത്യാവശ്യം ബുക്കിംഗ് ഡിലേയും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് വേരിയന്റായ VXi വേരിയന്റ് ആണ്. ഇതിന്റെ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 9,15,000 രൂപയും AMT വേരിയന്റ് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേരിയന്റിന് 9,72,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. മാരുതി റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് കൊടുത്തേക്കാം. സമയം കിട്ടുന്നതനുസരിച്ചൊന്ന് കയറി നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.